بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഈ മഹത്തായ മഞ്ഞനാടി ഉറൂസിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്. ഈ വേദിയിലുള്ള പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയുമായ ഇവിടുത്തെ മുദരീസുമായ മഹാനായ വാഖിബി ഉസ്താദ് അവറുകളെ, അതുപോലെ തന്നെ 1360 പരിപാടികൾ ഇതിനകം നടത്തിയ നമ്മുടെ അറിവിൻ നിലാവിൻ്റെ സഫ്വാൻ സഖാഫി അവറുകളെ, അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, ഇവിടെ സേവനം ചെയ്യുന്ന മുതഅല്ലിമീങ്ങൾ, അതുപോലെ തന്നെ ദർസ് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, സദസ്സിലുള്ളവർ, ഇനി ആൾക്കാർ വരാൻ തുടങ്ങുന്നതേയുള്ളൂ. ഏകദേശം 8-9 മണിയാവുമ്പോൾ ഫുള്ളായിട്ട് സദസ്സ് നിറയും. പക്ഷെ അതിന് മുമ്പ് തന്നെ 1-2 കാര്യങ്ങൾ പറഞ്ഞു ഞാൻ സ്ഥലം വിടുന്നു. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിക്കണം. പ്രത്യേകിച്ചു ഇസ്ലാമികമായ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യവും ഒന്നും കാണുന്നില്ല. എവിടെ നോക്കിയാലും യുദ്ധങ്ങൾ, പ്രളയങ്ങൾ, ഭൂമി കുലുക്കം, അല്ലേ? എല്ലാ രീതിയിലും അള്ളാഹു നമ്മെ പരീക്ഷിക്കപ്പെടുന്നു. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വളരെയധികം പ്രസക്തമാണ്. ഇസ്രയേൽ ഇപ്പോൾ പലസ്തീനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം 18,000-ൽ പരം ആളുകൾ അവിടെ മരിച്ചുപോയി. അതിൽ ഏകദേശം ഒരു 8,000-ലധികം ചെറിയ കുട്ടികളാണ്. നമ്മളെ പോലത്തെ വെളുത്ത നിറമുള്ള ചെറിയ കുട്ടികൾ. അത് കാണുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടമുണ്ടാകുന്നു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായിട്ടും സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് എന്നുള്ള ഖുർആൻ്റെ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവരോട് സഹതപിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ ഷഹീദായ എല്ലാവർക്കും അള്ളാഹു സ്വർഗലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങൾ അള്ളാഹു കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നീ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ യമനിലും യുദ്ധമാണ്. സൗദി അറേബ്യയും അതിൻ്റെ ഒരുപാട് നാറ്റോ കണക്ഷനുള്ള രാജ്യങ്ങൾ ഒന്നിച്ച് സൗദിൻ്റെ പിന്നിൽ അണിനിരന്നു യുദ്ധം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറാഖിലും അവിടുത്തെ സ്ഥിതിയൊന്നും മെച്ചമല്ല. അവിടെയുള്ള വിമത ആളുകൾ ഗവൺമെൻറ്റിനെതിരായി അവിടെയും ശക്തിയായ യുദ്ധം തുടരുന്നു. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സമാധാനം ഇല്ല. പാകിസ്ഥാനിലും അങ്ങനെ തന്നെ ആന്തരിക യുദ്ധവും വിമത ആളുകളും അവിടെ കൂടി ഗവൺമെൻറ്റിനെതിരായും ഷിയ സുന്നി സംഘടന അവിടെയും നടക്കുന്നുണ്ട്, ഇറാഖിലെ പോലെ തന്നെ. അപ്പോൾ ഇതൊക്കെ നാം കൂട്ടി വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനിലുള്ള ഒരു വചനം. അതേതാണ്? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. കരയിലും കടലിലും യുദ്ധം പുറപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? മനുഷ്യൻ ചെയ്തതായ കുറ്റങ്ങളുടെ തീവ്രത കൊണ്ട്. നാം ദിവസവും പല കുറ്റങ്ങളും ചെയ്യുന്നു.
അതിന് അള്ളാഹു നമ്മെ പരീക്ഷിക്കപ്പെടുന്നു. നാം മുസ്ലിമുകളാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. യഥാർത്ഥ മുസ്ലിമാകണം, യഥാർത്ഥ മുഅ്മിനാകണം. അങ്ങനെയുള്ള അവസ്ഥ ഇന്ന് നമ്മളിൽ ഇല്ല. ഇന്ന് നമുക്ക് ഈമാൻ വളരെ ക്ഷയിച്ച നിലയിൽ, വളരെ ദുർബലമായ ഒരവസ്ഥയിലാണ് നമ്മുടെ ഈമാൻ ഉള്ളത്. കാരണം ഈ ദുനിയാവിനോടുള്ള ആ ചിന്ത നാം വിട്ടുകഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അള്ളാഹുവിൻ്റെ വഴിയെ നമുക്ക് സഞ്ചരിക്കുവാൻ പറ്റും. കുറേ ആളുകൾ പറയുന്നത് കേൾക്കാം, ഞാൻ എത്ര ദുആ ചെയ്യുന്നു, ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട്, പക്ഷേ അള്ളാഹു എനിക്ക് ഉത്തരം തരുന്നില്ലല്ലോ, ഇനി എപ്പോഴാണ് എനിക്ക് അള്ളാഹുവിൻ്റെ ഉത്തരം കിട്ടുക എന്ന് വളരെ നിരാശയോടെ പറയുന്ന ഒട്ടനവധി ആളുകളെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല. അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നു, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടുന്നതിൽ നിന്ന് നിങ്ങൾ ഒരാളും നിരാശപ്പെടരുത്. തീർച്ചയായും നിങ്ങൾ എത്ര വലിയ കുറ്റം ചെയ്താലും അള്ളാഹു അതിനെ പൊറുക്കും. അള്ളാഹു ഗഫൂറുർ റഹീമാണ്. എത്ര വലിയ കുറ്റം ചെയ്താലും അള്ളാഹു അതിനെ പൊറുക്കും. പക്ഷേ ആ കാര്യങ്ങൾ നാം ചിന്തിക്കുന്നില്ല. നാം കുറ്റങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നാം വിചാരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രം. എനിക്ക് പറയുവാനുള്ളതൊന്നു മാത്രം, നമ്മുടെ ഇബാദത്ത് കൊണ്ട് നാം ഒരിക്കലും സ്വർഗം കരസ്ഥമാക്കുവാൻ സാധിക്കുകയില്ല. കാരണം നമ്മുടെ നമസ്കാരം, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ നോമ്പ്, അതുപോലെ തന്നെ ബാക്കിയുള്ള സ്വലാത്തുകൾ, ദിക്റുകൾ വളരെ വളരെ അശ്രദ്ധമായി നാം ചെയ്യുകയാണ്. നമസ്കാരമെങ്കിലും വളരെ അശ്രദ്ധമായി. അപ്പോൾ ഇബാദത്തുകളെല്ലാം നമ്മുടെ മുഖത്തേക്ക് തന്നെ അള്ളാഹു എന്ത് ചെയ്യും? വലിച്ചെറിയപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അത് മഹ്ശറ വൻസഭയിൽ വെച്ചാണ്. റബ്ബേ, ആ ദിവസം നമുക്കെല്ലാവർക്കും നീ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പരാജിതനായാൽ അവിടുന്ന് അങ്ങോട്ട് നരകത്തിലേക്കല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ നമ്മുടെ ഇബാദത്തുകൾ അതിനെ സൂക്ഷ്മമായി പരിശോധിച്ച് അള്ളാഹു പെട്ടെന്ന് തന്നെ പറയും, നിൻ്റെ നമസ്കാരങ്ങളോ നിൻ്റെ ഇബാദത്തുകളോ എനിക്ക് ആവശ്യമില്ല. അത് ജനങ്ങൾ കാണുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ അശ്രദ്ധമായിക്കൊണ്ടോ നീ ചെയ്ത ഇബാദത്തുകളാണ് എന്ന്. അപ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ഗ്രഹിക്കാം. അതായത് കിതാബുകൾ നിങ്ങളുടെ വലങ്കയിൽ കിട്ടിയാൽ നിങ്ങൾ വിജയികളാണ്, ഇനി ഇടങ്കയിൽ കിട്ടിയാൽ നിങ്ങൾ പരാജിതരാണ്. അതും അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ അനുഗ്രഹമാണ്. കിതാബുകൾ വലങ്കയിൽ കിട്ടുക അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു സുദീർഘമായ പ്രസംഗത്തിന് ഞാനില്ല. നമ്മുടെ വാഖബി ഉസ്താദ് പറഞ്ഞതുപോലെ എന്തെങ്കിലും കുറച്ച് പറഞ്ഞിട്ട് നിങ്ങൾ നിർത്തിക്കോളി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങളിൽ അധികവും ഇന്ന് സഫ്വാൻ സഖാഫിയുടെ പരിപാടി കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പരിപാടി നല്ല നിലയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളെയും എല്ലാ രോഗങ്ങളെയും അള്ളാഹു ശിഫിയാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹായ മക്കളാൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ ഇൽമു പഠിക്കുന്ന കാര്യത്തിൽ അള്ളാഹു നമ്മുടെ കുട്ടികളെ മുൻപന്തിയിൽ നിർത്തുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഓരോ വീട്ടിലും ഓരോ ഹാഫിദ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് പേടിക്കാനില്ല. അള്ളാഹുവെ, ഈ മഞ്ഞനാട് ജമാഅത്തിൽ ഒരുപാട് പേർ എനിക്കറിയുന്നവരാണ്. ആ ഒരു ബന്ധം കൊണ്ടും എല്ലാ വർഷവും
2 വർഷത്തിലൊരിക്കൽ ഇവിടെ നടക്കുന്ന ഈ ഉറൂസിന് ഇവിടുന്ന് ക്ഷണിക്കും, അതുപോലെ തന്നെ ഞാൻ വരും. നമ്മുടെ വാഖിബ് ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ ചില സമയത്ത് നല്ല ആഫിയത്തുണ്ടാകും എനിക്ക്, പക്ഷേ ചില സമയത്ത് ഒരു ചെറിയ വിറയൽ മാത്രം. അത് കണക്കാക്കുന്നില്ല ഞാൻ, കാരണം അത് അള്ളാഹുവിൻ്റെ നന്മയാണ്, അത് അള്ളാഹു ചെയ്ത ഖൈറാണ്. അപ്പോൾ ഈ മഹത്തായ പരിപാടി നിങ്ങളിവിടെ സംഘടിപ്പിച്ചു. വ അഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ നന്മ ചെയ്യുക, തീർച്ചയായും നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി തീരുന്നതുവരെ നിങ്ങളാരും നീതി പാലിക്കാതെ പോകരുത്. നീതി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. വ അഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങൾ നീതി പാലിക്കുക, നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കലിമത്തി തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖും അനുഗ്രഹവും അള്ളാഹു നൽകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. കുറച്ച് ഇരിക്കാം.